ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ കമ്പനി ലോയിൻ്റെ പുതിയൊരു സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം എന്തൊക്കെയാണ് കമ്പനി ലോസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കണ്ടൻസ് എന്ന്. അതിൽ ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ്. ബ്രിട്ടീഷ് കമ്പനി ആക്ട് 1844 ആയിരുന്നു ആദ്യം കമ്പനീസ് ആക്ടിൻ്റെ അല്ലെങ്കിൽ കമ്പനികളെ റൂൾ ചെയ്തുകൊണ്ട് ആദ്യമായിട്ടുണ്ടായിരുന്ന ആക്ട് എന്ന്. ബ്രിട്ടീഷ് കമ്പനി ആക്ട് 1844. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ കമ്പനീസ് ആക്ട് 1956. നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ ആദ്യം മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കമ്പനീസ് ആക്ടാണ് കമ്പനീസ് ആക്ട് 1956. ഇത് ഇൻഡിപെൻഡൻസിന് ശേഷമാണെന്ത് ഈ ഒരു കമ്പനീസ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ കമ്പനീസ് ആക്റ്റും ആണെന്ത് 1956 കമ്പനീസ് ആക്ട്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് 1st April 1956. ആ ഒരു കമ്പനീസ് ആക്ട് നടപ്പിലായത് എന്ന് പറഞ്ഞാൽ 1st April 1956 ഇതിനൊക്കെ ശേഷമാണെന്ത് ഇപ്പോൾ നിലവിലുള്ള കമ്പനീസ് ആക്റ്റായ 2013 കെയിം ഔട്ട് ചെയ്യുന്നത്. ദ കമ്പനീസ് ആക്ട് 2013, ദ ആക്ട് ഓഫ് പാർലമെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് അഫയേഴ്സ്. അപ്പം പാർലമെൻറ്റിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ആക്റ്റായിട്ടാണ് എന്ത് കമ്പനീസ് ആക്ട് 2013 വരുന്നതും അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സുമാണ്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് 12 September 2013. അപ്പോൾ 2013 ഈ കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത് സെപ്റ്റംബർ 12. ഇറ്റ് കണ്ടെയ്ൻ 29 ചാപ്റ്റേഴ്സ്, 470 സെക്ഷൻസ് ആൻഡ് 7 ഷെഡ്യൂൾസ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. 29 ചാപ്റ്ററും 470 സെക്ഷനും 7 ഷെഡ്യൂളുകളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ കമ്പനീസ് ആക്ട് 2013. ഈ കമ്പനീസ് ആക്ട് 2013 വന്നതോടുകൂടി നമ്മുടെ മുമ്പുണ്ടായിരുന്ന കമ്പനീസ് ആക്ട് 1956 ഇല്ലാതെയൊന്നും ആയിട്ടില്ല. അതായത് ചില പ്രൊവിഷൻസൊക്കെ അതിൽ ആ ഒരു കമ്പനീസ് ആക്ടിൽ തന്നെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡെഫിനേഷൻ നോക്കാം. എ കമ്പനിയുടെ ഡെഫിനേഷനാണ്. എ കമ്പനി ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വർത്ത് to common stock and employs it in some trade or business and who share the profit or loss arising therefore. നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ തന്നെ കമ്പനി എന്താണെന്ന് മനസ്സിലാവും. നമ്മളിപ്പോൾ കാണുന്ന എല്ലാവർക്കും അറിയാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. പക്ഷേ ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ലോർഡ് ജസ്റ്റിസ് ലിൻഡെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡെഫിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കാം. എ കമ്പനി ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് മെനി പേഴ്സൺസ്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വോളണ്ടറി ആയിട്ട് ഫോം ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ വോളണ്ടറി ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഹു കോൺട്രിബ്യൂട്ട്, എന്താണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒന്നെങ്കിൽ മണി ഓർ മണീസ് വർത്ത്, ഒന്നെങ്കിൽ പണമോ പണത്തിന് തുല്യമായ എന്തെങ്കിലും, ടു എ കോമൺ സ്റ്റോക്ക്, അതായത് കമ്പനിയുടെ കോമൺ ആയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എംപ്ലോയ് ഇറ്റ് ഇൻ സം ട്രേഡ് ഓർ ബിസിനസ്. അത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആ മണിയോ അല്ലെങ്കിൽ മണീസ് വರ್ತോ നമ്മളൊരു കോമൺ പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു. അതെന്തിനു വേണ്ടി? ഒന്നെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് ആവാം. ആൻഡ് ഹു ഷെയർ ദ പ്രോഫിറ്റ്, അങ്ങനെ ട്രേഡിലൂടെ ബിസിനസ്സിലൂടെ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എന്താണോ അതെന്ത് ചെയ്യും? ഹു ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിങ് ദെർഫോർ, അതിൽ നിന്ന് അറൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോസ് ആയിക്കോട്ടെ അതവർ പറഞ്ഞ പ്രകാരം അവർ ഷെയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ആക്ച്വലി ഒരു കമ്പനി എന്നാണെന്ത് ലോർഡ് ജസ്റ്റിസ് ലിൻഡെ പറയുന്നത്. എന്ന് നോക്കാം. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 221 പ്രകാരം കമ്പനി എന്തെന്നാണ് ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. സെക്ഷൻ 221 ഐ ആണെന്ന് ഓർക്കുക കേട്ടോ, അത് മറക്കരുത്. സെക്ഷൻ 220I പ്രകാരം കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2023 എന്ന ആക്ടിലോ ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനിയിലോ. ഈ ഒരു ആക്ടിന് മുമ്പുണ്ടായിരുന്ന ആക്ട്, അതായത് 1956, അതിലൂടെ ഫോം ചെയ്ത എന്തും ആയിക്കോട്ടെ അതിനെയാണ് കമ്പനി എന്ന്
ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 220I ആണ്. നോക്കാം, ഫീച്ചേഴ്സ് ഓഫ് കമ്പനി ആസ് പെർ കമ്പനീസ് ആക്ട് 2013. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫസ്റ്റ്, ഇറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. കമ്പനി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്. എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി ആഫ്റ്റർ രജിസ്ട്രേഷൻ അണ്ടർ കമ്പനീസ് ആക്ട് 2013 ഓർ പ്രീവിയസോ. അപ്പോൾ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആയിരിക്കണം. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത, അല്ലേ? ഇറ്റ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റ് ഓൺലി ആഫ്റ്റർ എന്നാണ് പറയുന്നത്, അല്ലേ? എന്തായിരിക്കണം? കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെട്ട് എക്സിസ്റ്റ് ചെയ്തതായിരിക്കണം എന്ത്? കമ്പനി എന്ന് പറയുന്നത്. അതാണ് ഇസ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, രണ്ടാമതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി എന്താണ്? സെപ്പറേറ്റ് ലീഗൽ. കമ്പനി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ്? ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എ കമ്പനി ഈസ് ലീഗൽ പേഴ്സൺ, അതായത് കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് കമ്പനിക്കെതിരെ നമുക്ക് ഒരു കേസ് ഫയൽ ചെയ്യാനും അല്ലെങ്കിൽ കമ്പനിക്ക് മറ്റൊരാളുടെ മേലിൽ കേസ് ഫയൽ ചെയ്യാനും അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടികൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കമ്പനി എന്ന് പറയുന്നത് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയ ഒരു ലീഗൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയും. ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടി ആൻഡ് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ആ കമ്പനിയുടെ സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വാങ്ങാനും അതേപോലെ തന്നെ പല പല കോൺട്രാക്റ്റുകളിൽ എൻറ്റർ ചെയ്യാനുമുള്ള റൈറ്റ് ആർക്കുണ്ട്? കമ്പനിക്ക് ഉണ്ട്. സോ ഇറ്റ്സ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓർ എ ലീഗൽ പേഴ്സൺ. നെക്സ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ലോ പ്രകാരം എന്താണ്? ക്രിയേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യലായ ഒരു പേഴ്സൺ എന്താണ്? ഇസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഹാവിങ് റൈറ്റ് ഡ്യൂട്ടി ബട്ട് നോട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻറ്റ്. എല്ലാ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്, ബട്ട് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഇന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല. കമ്പനി ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ ആയിട്ടാണ് എന്ത്? കമ്പനിയെ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഹാസ് എ പെർപെക്ച്വൽ സക്സഷൻ. എന്താണ് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ? ദ എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡെത്ത്, ഇൻസോൾവൻസി ഓർ ചേഞ്ച് ഓഫ് മെമ്പേഴ്സ്. നമുക്കറിയാം സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെയും അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൻ്റെയും ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തുകൊണ്ടാണ് എന്ത്? കമ്പനി ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിലെ ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വന്ന ഒന്നാണ് എന്ത്? കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആസ് പെർ പാർട്ണർഷിപ്പ് പ്രകാരം ഒരു പാർട്ണർ മരിക്കുകയോ അല്ലെങ്കിൽ ആ പാർട്ണർ ഇൻസോൾവൻ്റ് ആയി പോവുകയോ എൻറ്റയർ പാർട്ണർഷിപ്പ് തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെയല്ല, ഇവിടെ കമ്പനിയിൽ അങ്ങനെയല്ല. കാരണം എന്താണ്? ദ എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡെത്ത്, ഇൻസോൾവൻസി ഓർ ചേഞ്ച് ഓഫ് മെമ്പേഴ്സ്. ആ കമ്പനിയിലെ മെമ്പറിൽ ഒരാൾ മരിച്ചാലോ അല്ലെങ്കിൽ ഒരാൾ ഇൻസോൾവൻ്റ് ആയി പോയാലോ അല്ലെങ്കിൽ ഒരാൾ അവിടെ നിന്ന് എന്താണ് ചേഞ്ച് മറ്റൊരാൾ വരികയോ ചെയ്താൽ ഒന്നും എന്താണ്? കമ്പനിയെ ഇത് യാതൊരു രീതിയിൽ അല്ലെങ്കിൽ കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ഇത് അഫക്റ്റ് ചെയ്യില്ല. കമ്പനിക്ക് സെപ്പറേറ്റ് ആയൊരു ലോങ് ടൈം ആയ ലിവ് ഉണ്ട്, അത് പെർപെക്ച്വലായിട്ട് നിലനിൽക്കും എന്നാണെന്ത് ഈ ഒരു പോയിന്റിലൂടെ മനസ്സിലാക്കണം. നെക്സ്റ്റ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. കമ്പനിയുടെ മറ്റൊരു ഫീച്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പാർട്ണർഷിപ്പിൻ്റെയൊക്കെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തു. പാർട്ണർഷിപ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ മറ്റേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെയൊക്കെ ഒരു ലിമിറ്റേഷനാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന്. പക്ഷേ ഇവിടെ എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് ദ ലയബിലിറ്റി ഓഫ് മെമ്പർ ഈസ് ലിമിറ്റഡ് ടു ദി അൺപെയ്ഡ് എമൗണ്ട് ഓൺ ഷെയർസ് ഓർ ദി എമൗണ്ട് ഗ്യാരണ്ടീഡ്. കമ്പനിയിലോട്ട് ഓരോരുത്തരും നമ്മൾ പറഞ്ഞു മണി ഓർ മണീസ് വർത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ അതിലൂടെ എത്രയാണോ ഗ്യാരണ്ടി ചെയ്യുന്നത്, ഉറപ്പ് നൽകുന്നത്, എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നാണോ ഗ്യാരണ്ടി ചെയ്യുന്നത്, ആ എമൗണ്ടിൻ്റെ അത്രയേ ഉള്ളൂ ഒരാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ദ മെമ്പേഴ്സ് ഹാവ് എ ലിമിറ്റഡ് ലയബിലിറ്റി. ഇത് നെക്സ്റ്റ് ആണ് കോമൺ സീല്. കോമൺ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമ്പനി എന്ന് പറഞ്ഞാൽ ലീഗൽ പേഴ്സൺ ആണ്, പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും കോൺട്രാക്റ്റുകളിൽ എൻട്രി ചെയ്യാനൊക്കെ റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ്? കമ്പനിക്ക് എന്താണ്? സീൽ ഉണ്ടാവണം അല്ലേ? കമ്പനി സൈൻ ചെയ്യണമല്ലേ എന്താണ്? സോ കോമൺ സീല് നിർബന്ധമാണ്. പക്ഷേ 2013 ആക്ട് പ്രകാരം ഇത് ഓപ്ഷനിലാക്കി മാറ്റിയിട്ടുണ്ട്.
അതായത് കമ്പനി സൈൻ ചെയ്യണം അല്ലെങ്കിൽ കമ്പനിയുടെ സീലിന് പകരം അവിടുത്തെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ അതിന് പകരം എന്താണ് സൈൻ ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. ദ കമ്പനി മേ ഹാവ് എ കോമൺ സീൽ വിച്ച് ആക്ട് ആസ് ഇറ്റ്സ് ഒഫീഷ്യൽ സിഗ്നേച്ചർ. ഒഫീഷ്യൽ സിഗ്നേച്ചർ ആയിട്ടാണ് കമ്പനിയുടെ ഈ സീല് വർക്ക് ചെയ്യുക. അതായത് കമ്പനി ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ സൈൻ എന്താണ്, ഈ കമ്പനിയുടെ കോമൺ സീലായിരിക്കും. പക്ഷേ 2013 ആക്ട് പ്രകാരം ഈ ഒരു കോമൺ സീൽ എന്ന് പറയുന്നത് നിർബന്ധമില്ല, ദാറ്റ്സ് ഓപ്ഷനിലാണ്. കാരണം എന്താണ്, അതിന് പകരം കമ്പനിയിലെ ഒരു ഡയറക്ടറോ ആരെങ്കിലും എന്താണ് സൈൻ ചെയ്താലും മതിയാവും. ദ നെക്സ്റ്റ് ഫീച്ചറാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഒരു മെമ്പർക്ക് ഷെയർ കൈവശം വെച്ചിരുന്ന മെമ്പറാന്നിരിക്കുക, ആ മെമ്പർക്ക് താല്പര്യമില്ല. സോ നോർമലി അയാൾ എത്ര ഷെയറാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദ ഷെയർസ് ഓഫ് എ പബ്ലിക് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആസ് പെർ ദി ആക്ട്. ആക്ട് പ്രകാരം ഒരു പബ്ലിക് കമ്പനിയുടെ, ശ്രദ്ധിക്കുക, ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ നമുക്ക് എപ്പോഴും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ആണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. അതായത് കമ്പനി പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ കമ്പനി ഇറ്റ് സെൽഫ്, നോട്ട് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു കമ്പനിക്ക് കമ്പനിയുടെ സ്വന്തം പേരിൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. ഇപ്പോൾ കമ്പനിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ അത് ആരുടെ പേരിലല്ല, കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ പേരിലല്ല, കമ്പനിയുടെ തന്നെ മൊത്തം എൻ്റെ കമ്പനിക്കാണ് ആ ഒരു പ്രോപ്പർട്ടിയിൽ അവകാശം എന്നത്. അതാണ് പറയുന്നത് കമ്പനി പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദ കമ്പനി സെൽഫ്. കമ്പനിയുടെ പ്രോപ്പർട്ടി കമ്പനിക്ക് തന്നെയാണ് അവകാശം, അല്ലാതെ കമ്പനിയിലെ മെമ്പേഴ്സിനല്ല. ദ നെക്സ്റ്റ് ആണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്, അതായത് മറ്റൊരാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും അല്ലെങ്കിൽ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. എ കമ്പനി ക്യാൻ ഫയൽ സ്യൂട്ട് ആൻഡ് ഫേസ് ലീഗൽ ആക്ഷൻസ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. കമ്പനിയുടെ സ്വന്തം പേരിൽ, അല്ലാതെ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ പേരിലല്ല ലീഗൽ ആക്ഷൻ എടുക്കുക. കമ്പനിക്ക് കമ്പനിയുടെ സ്വന്തം പേരിലോട്ട് എന്താ ലീഗൽ ആക്ഷൻ വരാനും കമ്പനിയുടെ സ്വന്തം പേരിൽ മറ്റൊരാൾക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാനും അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സെപ്പറേറ്റ് ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആണ് എന്നാണ്. ഓണറും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആയിരിക്കും. കമ്പനിയുടെ ഓണറും മാനേജ്മെൻറ്റും എന്തെല്ലാം ഡിഫറെൻ്റ് ആണെന്ന്. അത് വന്നിരിക്കുന്ന കേസ് ഉണ്ട്, സോളമൻ വേഴ്സസ് സോളമൻ കമ്പനി ലിമിറ്റഡ് എന്ന കേസിലൂടെയാണ് കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഉണ്ട് എന്ന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ എന്ന കോൺസെപ്റ്റ് വന്നത്. സോളമൻ വേഴ്സസ് സോളമൻ ലിമിറ്റഡ് എന്ന കേസിലൂടെയാണ് ആ ഒരു കോൺസെപ്റ്റ് വന്നത്. ഓണർഷിപ്പ് മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആണ് എന്ന കോൺസെപ്റ്റ്. ഈ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നതിനെ തന്നെയാണ് കോർപ്പറേറ്റ് വെയിൽ, ഇത്രയേ ഉള്ളൂ, കോർപ്പറേറ്റ് വെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു കോൺസെപ്റ്റ് വന്നത് ഏത് കേസിലാണ്, സോളമൻ വേഴ്സസ് സോളമൻ കമ്പനി ലിമിറ്റഡ് എന്ന കേസിലാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാം നമ്മൾ ഇന്ന് എന്താണ് എടുത്തതെന്ന്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട് 1844 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കമ്പനീസ് ആക്ട് 1956 വരികയും ഇപ്പോഴുള്ള നിലവിലുള്ളത് കമ്പനീസ് ആക്ട് 2013 ആണ്. അത് എന്നാണ് കെയിം ഇൻറ്റു ഫോഴ്സ് എന്ന് ഓർത്തിരിക്കുക, സെപ്റ്റംബർ 12, 2013. ഇതിനുള്ളിൽ 29 ചാപ്റ്റേഴ്സും 470 സെക്ഷനും 7 ഷെഡ്യൂളും ഉണ്ട് എന്ന് ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ കമ്പനീൻ്റെ ഡെഫിനിഷൻ ലോർഡ് ജസ്റ്റിസ് ലിൻഡെ പറഞ്ഞൊരു ഡെഫിനിഷൻ പറഞ്ഞു. അതിനുശേഷം കമ്പനീൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറയാം. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ ആണ്, പെർപെച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, കോമൺ സീൽ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി, capacity to sue and be sued. Thanks for watching.